അങ്കോലയിൽ മലയിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ 10ാം ദിവസത്തിൽ പുരോഗമിക്കുകയാണ്. അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ ഡീപ് ഡൈവേഴ്സ് ഉണ്ട്. ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് നാവികസേന അംഗങ്ങൾ സ്ഥലത്ത് തെരച്ചിൽ നടത്തുന്നു. ഒപ്പം ലോറിയുടെ സ്ഥാനവും കിടപ്പും മനസ്സിലാക്കുന്നതിന് ഐബോ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ലോറിക്കുള്ളിൽ അർജുനുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുക. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, ഇപ്പോഴവിടെ എന്താണ് നടക്കുന്നത്? തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണോ? ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം രശ്മ, തെരച്ചിൽ ഇപ്പോൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അത് ആ പരിശോധനാ ഫലത്തിന് ശേഷം മാത്രമേ ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവേണ്ടതുള്ളൂ എന്നാണ് തീരുമാനം. അതായത് ഈ ഐബോർഡ് ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയുടെ ഫലം വരണം. ആ ഫലം അനുസരിച്ചാണ് ഇനി ഏത് പൊസിഷനിലാണ്, ഏത് ഭാഗത്താണ് കൂടുതൽ മണ്ണ് മാന്തേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പോൾ പോലും അതിൻ്റെ ക്യാബിൻ പൊസിഷൻ എവിടെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഈ ക്യാബിനും ആ ടാങ്കറും തമ്മിൽ വേർപെട്ടാണോ കിടക്കുന്നത്, അല്ല ക്യാബിൻ ഇത് ഒരുമിച്ചാണോ ഉള്ളതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമില്ല. ഇന്നലെ സോണാർ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ആ ഭാഗത്ത് 2 സിഗ്നലുകൾ, ലോഹ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടായി വേർപെട്ട് കിടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. എന്തായാലും പക്ഷേ അതിൻ്റെ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഈ ക്യാബിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയൂ. അതിനുശേഷം മാത്രമേ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണ്ണ് മാറ്റുക. അതിനുശേഷം അവിടേക്ക് മുങ്ങൽ വിദഗ്ധരെ ഇറക്കി പരിശോധിക്കുക. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഈ ഡ്രോൺ പരിശോധന പൂർത്തിയായോ? ഡ്രോൺ പരിശോധന നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ ഏതെങ്കിലും പരിശോധന ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആദ്യഘട്ട പരിശോധന ഏതാണ്ട് 8 മുതൽ 10 തവണ വരെ റൗണ്ട് ചുറ്റി ഈ പറഞ്ഞ ഇന്നലെ സിഗ്നൽ ലഭിച്ച പ്രദേശത്ത് ഈ ഡ്രോണിന്റെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയുടെ അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് മോണിറ്ററിലേക്ക് അതിൻ്റെ സിഗ്നലുകൾ അയക്കുകയും അതിനി ഡീകോഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അത് എടുക്കണമെങ്കിൽ അത് ഇവിടെ നിന്നല്ല, അത് പൂനെയിൽ നിന്നാണ് ഇതിൻ്റെ റിസൾട്ട് വരേണ്ടതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന, ആർമി കോളേജിൽ നിന്നാണ് അതിൻ്റെ റിസൾട്ട് വരേണ്ടതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ആർമിയിലെ മുൻ മേജർ ജനറൽ ആയിരുന്ന ഇന്ദ്രപാലിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശോധന ഫലം വരുമ്പോൾ കുറെ കൂടി വ്യക്തതയുണ്ടാവും, കൃത്യതയുണ്ടാകും ഈ വാഹനത്തിൻ്റെ പൊസിഷൻ എവിടെ എന്നത് സംബന്ധിച്ച്. രശ്മി, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നേവിയുടെ ഒരു സംഘം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ എന്താണ്, അതിപ്പോൾ ട്രയൽ റൺ ആണോ മറ്റെന്താ കാര്യമെന്ന് കൃത്യമായി അറിയില്ല. ഒരുപക്ഷെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ സമയം വളരെ നിർണായകമായ ഒരു സമയമാണ്. അവിടെ ഒരു ഡിങ്കി ബോട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് പുഴയിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ബോട്ടുകൾ അവിടെ നിന്ന് പുഴയിലേക്ക് വരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ആ പരിശോധന ഫലം ലഭിച്ചതിന് ശേഷം അത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ്. ആ റിസൾട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി പരിശോധന നടക്കൂ. എന്തായാലും ഒരു ബോട്ട്, നാവികസേനയുടെ ഒരു ബോട്ട് ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ വിദൂര ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ 16 അംഗ സംഘമാണ്, നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സംഘമാണ് ഇവിടെ കുറേ ദിവസങ്ങളായി ഈ ഭാഗത്ത് രക്ഷാദൗത്യത്തിൽ സജീവമായി നിൽക്കുന്നത്. അവർക്ക് പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഇതുവരെയായി ഏതെങ്കിലും ഘട്ടത്തിൽ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല. പലതവണ അവരവിടെ ട്രയൽ റൺ നടത്തിയിരുന്നു. പക്ഷേ അവർക്കവിടെ നങ്കൂരമിട്ട്, ഈ പറയുന്ന പൊസിഷനിൽ നങ്കൂരമിട്ട് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അത് കുത്തൊഴുക്കിനെ തുടർന്ന് അവിടെ ഈ ഡിങ്കി ബോട്ടുകൾ അവിടെ സ്റ്റാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ നങ്കൂരം ഉറപ്പിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ തിരികെ ആ ബോട്ടുകൾ മടങ്ങുന്നത്. നേരത്തെ ഒക്കെ 4 തവണ നമ്മുടെ കാണുമ്പോൾ തന്നെ 4 തവണ ഈ ബോട്ടുകൾ വന്ന് തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അതിനുശേഷം ആണ് ഡ്രോൺ എത്തുന്നത്. ഡ്രോൺ എത്തി അതിൻ്റെ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ റിസൾട്ട് വരണം. അതിൻ്റെ റിസൾട്ട് എത്തിയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും 2ാമത്തെ ബോട്ടും ആ പരിസരത്തേക്ക് പതിയെ നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ബോട്ട് പോയി, 10ാം ദിനം സർവ്വസജ്ജമായ കാര്യങ്ങളെല്ലാം, മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ഈ തെരച്ചിലിന് വേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കരസേനയുടെ അംഗങ്ങളുണ്ട്, നാവികസേനയുണ്ട്, NDRF ഉണ്ട്, അതേപോലെ STRFിൻ്റെ സംഘങ്ങളുണ്ട്. ഇവർക്കൊപ്പം നാവികസേനയുടെ ഡൈവർമാർ പങ്കെടുക്കുന്നു. ഒപ്പം കർണാടകയുടെ അഗ്നിരക്ഷാസേനയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. ഒപ്പം റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ സാങ്കേതിക സംഘം സ്ഥലത്തുണ്ട്. ഇതുകൂടാതെ ഈ ബൂം
ഉപകരണങ്ങൾ, ഈ ബൂം എക്സവേറ്ററൊക്കെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധർ വരുന്നു. ഒപ്പം ഈ പോലീസ് സംഘം, 100ഓളം വരുന്ന കർണാടകയുടെ പോലീസ് സംഘം, ജില്ലാ ഭരണകൂടത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ, അങ്ങനെ ഒരു വലിയ സംഘം ഇന്ന് 10ാം ദിവസം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ടല്ലേ? തീർച്ചയായും അതെ, മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നു. പക്ഷെ പ്രകൃതി അതിനനുകൂലമാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് ഈ തെരച്ചിലിന് ഏറ്റവും വിഘാതമാവുന്നത് ഈ ഗംഗാവലി പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്കും അത് ഈ അതിൻ്റെ ഒരു നിറം മണ്ണ് കലർന്ന് അത്തരത്തിൽ ഒരു കൃത്യതയില്ലാത്ത തരത്തിലുള്ള ഒരു അത്തരത്തിലൊരു അവസ്ഥയാണ് ഇപ്പോൾ പുഴയിലുള്ളത്. എന്തായാലും 2 ബോട്ടുകളാണ് ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോയത്. അതിലൊരു ബോട്ട് തിരികെ മടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പുഴയിൽ ഇപ്പോഴും അതിശക്തമായ കുത്തൊഴുക്കുണ്ട് എന്ന് തന്നെയാണ്. അതായത് ബോട്ടിന് അവിടെ സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, നങ്കൂരം ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു ബോട്ട് പക്ഷേ ഇപ്പോൾ ആ പ്രദേശത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോയ 2 ബോട്ടുകളിൽ ഒന്ന് തിരികെ തന്നെ മടങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ പുഴ അതിശക്തമായ കുത്തൊഴുക്കാണ്, അടിയൊഴുക്കുള്ള പുഴയാണ്. അതുകൊണ്ട് തന്നെ നാവികസേനാ അംഗങ്ങളെ സംബന്ധിച്ച് പുഴയിലിറങ്ങി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് സാധ്യമാവുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. ഈ കാലാവസ്ഥയിൽ ഉണ്ടായ വലിയ തോതിലുള്ള വ്യതിയാനം, വലിയ ശക്തമായ മഴ, നദിയിലെ കുത്തൊഴുക്ക്, ഇതൊക്കെ ആ തെരച്ചിലിനെ വലിയ തോതിൽ തന്നെ ബാധിച്ചിരുന്നു. സ്വാഭാവികമായും ഇനി എന്ത് നീക്കമാണ് നേവിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നതെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.